എങ്ങോട്ടാ പോകുന്നേ? മീൻ മാർക്കറ്റ്. മീൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഷ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന കടകളാണെന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കരുത് കേട്ടോ. ഇത് കുവൈറ്റിൽ വളരെ ചീപ്പസ്റ്റായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡേയിലെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പതുക്കെ മീൻ മാർക്കറ്റിലേക്ക് കുറച്ച് വീട്ടിനാവശ്യമായ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളുടെ വഴിയോരങ്ങളിൽ കാണുന്ന കുവൈറ്റിലെ കുറച്ച് ബിസിനസ് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കുവൈറ്റി ഹൗസസ് ഇതൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ മീൻ മാർക്കറ്റിലേക്ക് യാത്രയായി. നമുക്ക് വഴിയോരങ്ങളിൽ പല വിധത്തിലുള്ള ഫ്ലാറ്റ് വീടുകൾ ഇതൊക്കെ അധികമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ പ്രവാസികൾ താമസിക്കുന്ന ചില ഫ്ലാറ്റ് ഏരിയകളാണ്. ഒപ്പം ചെറുതായിട്ട് ഫ്ലൈറ്റ് ദൃശ്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ കുറേ ഏരിയ പിന്നിട്ട് മീൻ മാർക്കറ്റിൻ്റെ അടുത്തെത്തി. ഇതാണ് മീൻ മാർക്കറ്റ്. ഇവിടെ വളരെയധികം പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ്. നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് അധികം തിരക്കില്ലാണ്ട് തന്നെ കയറി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. കയറുമ്പോൾ തന്നെ മീൻ മാർക്കറ്റിനുള്ളിൻ്റെ സൈഡുകളിൽ കൂടുതൽ ഷോപ്പുകൾ കാണാനായിട്ട് സാധിക്കും. അതായത് മൊബൈൽ ഷോപ്പ്, ചെരുപ്പ് കടകൾ, തുണിക്കടകൾ, ഇങ്ങനെ പല വിധത്തിലുള്ള കടകൾ വളരെ ചീപ്പ് പ്രൈസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിതൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ മീൻ മാർക്കറ്റിനുള്ളിലെത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ റമദാന് യൂസ് ചെയ്യാനായിട്ടുള്ള കുറേ ലൈറ്റുകളൊക്കെയാണ് കേട്ടോ. വളരെ കുറഞ്ഞ പൈസയിലാണ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഷേവ് ചെയ്യുന്ന ഷേവിങ് സെറ്റുകൾ 1 KD മാത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ പ്രൈസ്. അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ കണ്ടു ഇതിനുള്ളിൽ. എയർ ഫ്രയർ നമുക്ക് സാധാരണ നമ്മൾ മേടിക്കുന്ന ഷോപ്പിൽ നിന്നുമൊക്കെ വളരെ കമ്പാരിറ്റീവ്ലി ലോ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് മേക്കപ്പ് മെറ്റീരിയൽസ് ആണ്. ഹെയർ ഡ്രസ്സർ, സ്ട്രെയിറ്റ്നർ, അതുപോലെ തന്നെ കിച്ചണിന് ആവശ്യമായിട്ടുള്ള ഫ്ലാസ്കുകൾ, അയൺ ബോക്സ്, ഇതൊക്കെ നമുക്ക് ഒരുപാട് ലോ പ്രൈസിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കും. ഇതൊക്കെ കുറേ സ്പൂണുകളാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനുള്ള സ്പൂണ്, അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള കുറേ ചെറിയ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കൊട്ടകൾ പോലത്തുള്ള ചെറിയ ഐറ്റംസൊക്കെ ഞങ്ങൾ കണ്ടോ ഉള്ളിലൊക്കെ കണ്ടോ. നല്ല രസമുണ്ട് കാണാൻ ഇതെല്ലാം. ഇതൊക്കെ നമുക്ക് ഈ റമദാൻ സമയങ്ങളിലൊക്കെ അറബിക് വീടുകളിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണിതൊക്കെ. നമുക്കിതൊക്കെ വളരെ ചീപ്പ് പ്രൈസിൽ കിട്ടും. അതുപോലെ തന്നെ പ്ലേറ്റുകൾ, പലതരത്തിലുള്ള പ്ലേറ്റ് സെറ്റുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. 1 KD, ½ KD ഒക്കെയാണ്. ഇത് നൈഫ് ഐറ്റംസ് ആണ് കേട്ടോ. നൈഫ് നമുക്ക് സാധാരണ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന തരത്തിലുള്ള നൈഫുകളാണിതൊക്കെ. അത് പല തരത്തിലുള്ള നൈഫുകൾ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ കുറേ ഇതിനകത്ത് ഇങ്ങനെ നടന്നു. ഒരുപാട് ഐറ്റംസ്, അതായത് നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ സാധിക്കും. അതല്ലാണ്ട് തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, നമുക്ക് വീട്ടിൽ കപ്പ് കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കപ്പ് കേക്കിൻ്റെ ആ ഒരു ബേസാണിത്. പല തരത്തിൽ കളറുകളിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ അര ദിനാറ് മാത്രമാണ് പ്രൈസ്. അതുപോലെ തന്നെ അലൂമിനിയം, നമ്മൾ വിചാരിക്കുന്ന നാട്ടിൽ നിന്ന് കൊണ്ടുവരും അല്ലേ. അപ്പം ഇതൊക്കെ കണ്ടോ, പ്ലേറ്റുകളാണ്, ഫുള്ള് പ്ലേറ്റ് സെറ്റുകൾ. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പലതരത്തിലുള്ള തവികൾ, നമുക്ക് കോരികൾ, നമ്മൾ ചോറ് അതുപോലെ എണ്ണ ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കോരിയായിട്ടുള്ള ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ ഇതൊക്കെ അലൂമിനിയം മെറ്റീരിയൽസ് ആണ്. അലൂമിനിയത്തിൻ്റെ പല തരത്തിലുള്ള നമുക്ക് പാത്രങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കണ്ടോ, ഇവിടെ എല്ലാം നമുക്ക് ഇതൊന്നും പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് ഐറ്റംസ് ഞാൻ കണ്ടു ഇവിടെ എല്ലാം. അതുകൂടാണ്ട് നമുക്ക് പ്ലേറ്റുകൾ കണ്ടോ, ½ KD ഉള്ളൂ നമുക്ക് ഒരു പ്ലേറ്റിന്, ½ KD വെച്ചിട്ട്. പക്ഷേ അതൊക്കെ എനിക്ക് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസായിട്ട് തോന്നി. എന്നാൽ തന്നെ നമുക്കൊരു ബൾക്കായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അത് വലിയ പ്രൈസ് ആകുന്നില്ല. ഇതൊക്കെ നമ്മുടെ ടിന്നുകളാണ്, ലഞ്ച് ബോക്സുകൾ, കുഞ്ഞുങ്ങൾക്ക് ഫുഡിട്ട് കൊടുത്തു വിടാൻ പറ്റിയ ലഞ്ച് ബോക്സ്. ഇതൊക്കെ കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ബേസൻസ്, പാത്രങ്ങൾ, ഇതൊക്കെ ഞാൻ അവിടെ ഒത്തിരി കണ്ടു. ഇതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തൂക്കാനുള്ള ചൂലുകൾ, അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഐറ്റംസ്, കുറേ പ്ലേറ്റ്സ്, അല്ലാണ്ട് തന്നെ ഗ്ലാസ്സസ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഡിസ്പോസിബിൾ ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിനും 1 KD, 750 ഫിൽസ് അത്രയൊക്കെ ഉള്ളൂ. എല്ലാം വളരെ ചീപ്പായിട്ട് നമുക്ക് പോയി കണ്ട് പർച്ചേസ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടും. ഇതുണ്ടോ, ഡിസ്പോസിബിൾ ഗ്ലാസ്സസ് ആണ്, ബൾക്കാണ്, ½ KD.
പിന്നെ ഇതുപോലെ ഉണ്ട് ഫർഹാൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. ഇത് കൂടാണ്ട് നമുക്ക് റമദാൻ മാസത്തിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. എന്ത് രസമാണ്, എന്ത് ക്യൂട്ടാണ് അറിയോ ഇതൊക്കെ കാണാൻ. അതുകൂടാണ്ട് നമ്മൾ നോക്കാണ്ട് ഇതെന്ന് വെച്ചാൽ മൺപാത്രങ്ങളാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോലെ തന്നെ മൺപാത്രങ്ങൾ നമുക്കിവിടെ ഒരുപാട് ഐറ്റംസ് കാണാൻ സാധിക്കും. ഇത് ഗ്ലാസ്സാണ്, മഡ് കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ ഗ്ലാസ് പാത്രങ്ങൾ. അങ്ങനെ അതിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ നമുക്ക് ഈ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള ടോയ്സ്, ടെഡി ബെയർ, അതുപോലെ തന്നെയുള്ള കുറേ തരത്തിലുള്ള ടോയ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പോയത് ഇത് പ്ലാന്റിൻ്റെ ഒരു സെപ്പറേറ്റ് ഐറ്റം. അതിൻ്റെ പ്ലാന്റിൻ്റെ എന്ന് വെച്ചാൽ ഒരു ഫാൻറ്റാസ്റ്റിക് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. കുറേ പ്ലാസ്റ്റിക് ചെടികൾ, ആർട്ടിഫിഷ്യൽ ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ. ഇവിടെ ഹാഫ് KD 100 ഫിൽസ്, ഞാൻ 100 ഫിൽസിൻ്റെ 2 ചെടി മേടിച്ചായിരുന്നു ഇവിടുന്ന്. അതുപോലെ തന്നെ ഒത്തിരി ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട്. അവർ ഇവിടെ അപ്പനും മക്കളും കൂടി ഡിസ്കസ് ചെയ്യാൻ എന്താ മേടിക്കേണ്ടതെന്ന്. അത് കഴിഞ്ഞ് ഇവിടേക്ക് ഞങ്ങൾ വന്നു. അവിടെ കുറേ നമുക്ക് പോട്ടുകൾ, ചെടി നടാനുള്ള പോട്ടുകൾ അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ കുറേ തരത്തിലുള്ള കളർ ഫ്ലവേഴ്സ് അവൈലബിൾ ആണ്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള കുറേ ഫ്ലവേഴ്സുകൾ അവൈലബിൾ ആണ്. എടുക്കാൻ പറ്റില്ല കേട്ടോ, ഒരെണ്ണം എടുക്കാൻ പോയപ്പോഴത്തേക്ക് മൊത്തം കൂടി താഴെ വീഴുന്ന അവസ്ഥയായിപ്പോയി. എടുത്തില്ലെങ്കിലും അതിൻ്റെ പൈസ കൊടുത്തിട്ട് പോകണ്ടേ, അവിടെ എടുത്തില്ല. അതുപോലെ തന്നെ അവിടെ വെച്ചു. ഇതിൻ്റെ മേളിലൊക്കെ പലതരത്തിലുള്ള നമുക്ക് ഒത്തിരി സെലക്ട് ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള കുറേ തിങ്സുകളുണ്ട് നമുക്ക് ഈ കടയിൽ. അപ്പം കുവൈറ്റിലുള്ളവരെല്ലാം ഈ കട പോയി സന്ദർശിച്ച് നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ചെടിയുടെ ആ ഒരു ഏരിയയാണ്. ചെടി മാത്രമായിട്ട് വിൽക്കുന്ന ഒരു സോണാണ് ഈ ഏരിയ. ഇത് കൂടാണ്ട് ഇതുണ്ടോ 100 ഫിൽസേ ഉള്ളൂ. നമ്മുടെ ആ ലീഫൊക്കെ നമുക്ക് മേടിക്കാം 100 ഫിൽസ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ്, റോസ് ഫ്ലവേഴ്സ് പോലെ. പക്ഷേ ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ് കേട്ടോ. പക്ഷെ കണ്ടാൽ നമുക്ക് ഭയങ്കര നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. അങ്ങനെയുണ്ട്. ഇതിൻ്റെ ആ ചെറിയ ഫ്ലവേഴ്സിനൊക്കെ 100 ഫിൽസാണ്, 100 ഫിൽസ്. അതിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ശേഖരം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഫർഹ കുറേ പൂക്കളൊക്കെ പെറുക്കി അതിനകത്ത് ഇടുന്നുണ്ട്, ട്രോളിയിൽ ഇടുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ബില്ലടിക്കുന്ന സ്ഥലം എത്തുമ്പോഴത്തേക്ക് കുറേയൊക്കെ മാറ്റി വെക്കും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എല്ലാം കണ്ട് ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള സ്ഥലവുമുണ്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞ് മീൻ മാർക്കറ്റിൽ നിന്നും തിരികെ വീട്ടിലേക്ക് പോയി.